LDFിന്റെ വിവാദ പരസ്യത്തിൽ വിശദീകരണം തേടി പാലക്കാട് ജില്ലാ കലക്ടർ. പരസ്യം പ്രസിദ്ധീകരിച്ച സുപ്രഭാതത്തിലെ പ്രതിനിധികൾ വൈകിട്ടോടെ നേരിട്ട് ഓഫീസിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. പുതിയ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇക്ബാൽ അറക്കലുണ്ട്. ഇക്ബാൽ, എന്താണ് കലക്ടറുടെ നിർദ്ദേശം? പ്രതി ഇന്ന് രാവിലെയാണ് കഴിഞ്ഞ ദിവസം BJP വിട്ട് കോൺഗ്രസിലേക്ക് പോയ സന്ദീപ് വാര്യരുടെ പഴയ പ്രസ്താവനകളും FB പോസ്റ്റുകളും ഉയർത്തിക്കൊണ്ട് LDF അല്ലെങ്കിൽ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു പത്രപരസ്യം സുപ്രഭാതം പത്രത്തിലും അതുപോലെ തന്നെ സിറാജ് ദിനപത്രത്തിലും പ്രസിദ്ധീകരിച്ചു വന്നത്. ഇതിനെതിരെ വലിയ രീതിയിൽ വിവാദമായി ഈ പത്രപരസ്യം മാറുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ പത്രപരസ്യം അനുമതി വാങ്ങാതെയാണ് ഈ പ്രസിദ്ധീകരിച്ചെന്ന വിവരം പുറത്തു വന്നത്. MCMC കമ്മിറ്റി, അതായത് മീഡിയ സർട്ടിഫിക്കേഷൻ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അനുമതി വാങ്ങിയതിനു ശേഷം മാത്രമേ സ്ഥാനാർത്ഥികളുടെ പരസ്യങ്ങൾ അത് ദൃശ്യമാധ്യമത്തിലാണെങ്കിൽ ശരി പത്രമാധ്യമത്തിലാണെങ്കിൽ ശരി പ്രസിദ്ധീകരിക്കാൻ പാടുകയുള്ളൂ. പക്ഷേ ഈ ഒരു പത്രപരസ്യം കൃത്യമായ അനുമതി വാങ്ങാതെയാണ് പ്രസിദ്ധീകരിച്ചതെന്ന പരാതി നോഡൽ ഓഫീസർക്കും അതുപോലെ തന്നെ ജില്ലാ കളക്ടർക്കും ലഭിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ നേരിട്ട് ഈ പരസ്യം പ്രസിദ്ധീകരിച്ചുള്ള പത്രങ്ങളോട് അല്ലെങ്കിൽ പത്രങ്ങളുടെ പ്രതിനിധികളോട് വിശദീകരണം തേടിയിട്ടുള്ളത്. ഇന്ന് വൈകിട്ടോടുകൂടി ജില്ലാ കളക്ടറുടെ ഓഫീസിൽ നേരിട്ട് ഹാജരായിക്കൊണ്ട് ഈ വിഷയത്തിൽ ഒരു വിശദീകരണം നൽകണമെന്നാണ് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടുള്ളത്. സിറാജ് ദിനപത്രത്തിലും അതുപോലെ തന്നെ സുപ്രഭാതം ദിനപത്രത്തിലുമാണ് ഇത്തരത്തിൽ സന്ദീപ് വാര്യരുടെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റുകളും സന്ദീപ് വാര്യരുടെ പഴയ പ്രസ്താവനകളും എല്ലാം ഉയർത്തിക്കൊണ്ട് ഡോക്ടർ സരിന്റെ ചിത്രം ഉൾപ്പെടെ വെച്ചുകൊണ്ടുള്ള ഒരു പത്രപരസ്യം പ്രത്യക്ഷപ്പെട്ടത്. ഏതായാലും ഈ പരസ്യം നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ, അതിൽ പ്രതികരണങ്ങളെല്ലാം വരുന്നതിനിടയിലാണ് ഇപ്പോൾ MCMC കമ്മിറ്റിയുടെ അനുമതി പോലും വാങ്ങാതെയാണ്, മുൻകൂട്ടി വാങ്ങേണ്ട അനുമതിയായിരുന്നു, ആ അനുമതി വാങ്ങാതെയാണ് ഇത്തരത്തിലൊരു പരസ്യം ഈ പത്രങ്ങൾ പ്രസിദ്ധീകരിച്ച എന്ന വാർത്ത പുറത്തു വരുന്നത്. ഏതായാലും ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടി തന്നെ ഈ 2 പത്രങ്ങളുടെയും പ്രതിനിധികൾ ഈ കളക്ടറുടെ ഓഫീസിൽ ഹാജരാകണം. നിലവിൽ സുപ്രഭാതം ദിനപത്രത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റ് സിറാജ് ദിനപത്രത്തിൻ്റെയും എല്ലാ പ്രതിനിധികളോട് കളക്ടർ സംസാരിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ഇന്ന് വൈകിട്ടോടുകൂടി ഹാജരായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകണമെന്നാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. സ്മൃതി, ശരി, ജില്ലാ കളക്ടർ ഇപ്പോൾ വിശദീകരണം ചോദിച്ചിരിക്കുന്നത് പത്രം പ്രതിനിധികളോടാണ്. ഇക്ബാൽ, ഇക്കാര്യത്തിൽ പരസ്യം നൽകിയവരോട് വിശദീകരണം തേടലില്ലേ? രാഷ്ട്രീയ പാർട്ടികളോട് വിശദീകരണം തേടുന്നില്ലേ? തീർച്ചയായും MCMC കമ്മിറ്റി ഇനി ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് ഇതിൽ കൃത്യമായി തന്നെ ഓരോ പരസ്യങ്ങൾ നൽകുമ്പോഴും അതുപോലെ തന്നെ നോട്ടീസും പോസ്റ്ററുകളും എല്ലാം അച്ചടിക്കുമ്പോഴും ഇതിൽ തന്നെ കൃത്യമായി താഴെ ആരാണ് ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആരാണ് ഇത്തരത്തിൽ ഈ സാധനങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് അല്ലെങ്കിൽ ആരാണ് നിർമ്മിക്കുന്നതെന്നുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. ഓരോ സ്ഥാനാർത്ഥികൾ മുന്നണികളും അതാത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൺവീനർമാരാണ് ഇത്തരത്തിലുള്ള പരസ്യങ്ങൾക്കും അതുപോലെ തന്നെ ഈ പോസ്റ്ററുകൾക്കും നിർമ്മിക്കാനുള്ള നേതൃത്വം നൽകുക. അവരുടെ അഡ്രസ്സും പേരുമാണ് ഇതിൽ നൽകേണ്ടത്. ഇനി ഏതായാലും അവർക്കായിരിക്കും ഇത്തരത്തിൽ നോട്ടീസ് നൽകുക എന്നാണ് അറിയുന്നത്. ഏതായാലും ഉടൻ തന്നെ ജില്ലാ കളക്ടറും അതുപോലെ തന്നെ MCMC കമ്മിറ്റിയുടെ നോഡൽ ഓഫീസറായി വരിക ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറാണ്. അവരും ചേർന്ന് ഉടൻ തന്നെ ഇവർക്ക് കൂടി നോട്ടീസ് നൽകുമെന്ന രീതിയിലുള്ള സൂചനയും പുറത്തു വരുന്നുണ്ട്. പക്ഷേ നിലവിൽ നോട്ടീസ് നൽകിയിട്ടില്ല. ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് കടക്കാനാണ് ജില്ലാ ഭരണകൂടത്തിനെയും അതുപോലെ തന്നെ മീഡിയ സർട്ടിഫിക്കേഷൻ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെയും തീരുമാനം. ശരി, ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്.